മൂഷിക പ്രതികാരം. കഥ എഴുതിയത് അശ്വതി M.A. ആ ചെറിയ ഫ്ലാറ്റിന്റെ സ്റ്റോർ റൂമിൽ അലമാരയുടെ ഏറ്റവും താഴത്തെ തട്ടിലെ ഒരു പെട്ടിക്കുള്ളിലാണ് അവർ പിറന്നു വീണത്. അവർ 6 പേർ ഒരേ ഈണത്തിൽ കരഞ്ഞു, ഒരേ താളത്തിൽ കരണ്ടു. 3 കൊല്ലം മുമ്പ് വന്നുപോയ പ്രളയത്തിൽ വെള്ളം കയറാത്ത ബന്ധുവീട്ടിലേക്ക് തിടുക്കത്തിൽ ഓടിപ്പോയപ്പോൾ പുസ്തകപ്പുഴുവും പഠിപ്പിസ്റ്റും സർവോപരി സൈക്കോ എന്ന് വിളിപ്പേരുള്ളവളുമായ ആ കുടുംബത്തിലെ ഇളയ പെൺകുട്ടി കാർഡ്ബോർഡ് പെട്ടികളിലാക്കി അലമാരയ്ക്ക് മുകളിൽ വച്ചിട്ട് പോയ പുസ്തകങ്ങൾ തലമുറകളായി ഭക്ഷിച്ചു വന്ന ജ്ഞാനശീലരായ മാതാപിതാക്കൾ അവരെ ബെഞ്ചമിൻ, കുറസോവ, വിൻസെന്റ്, ഏണസ്റ്റ്, ഹാരി, വ്ളാദിമിർ എന്നിങ്ങനെയുള്ള പേരുകളിട്ട് വളർത്തി. ബെഞ്ചമിൻ വാഷിംഗ് മെഷീന്റെ വയറുകൾ കരളവെ ഷോക്കടിച്ച് മരിച്ചതോടെയാണ് പേരുകളിലെ അത്ഭുതകരവും ദുരന്തപൂർണവുമായ ആ ആകസ്മികത അവരുടെ കുടുംബത്തിൽ തലപൊക്കി തുടങ്ങിയത്. എലി കുടുംബത്തിന്റെ എല്ലാ പിതാമഹന്മാരെയും മനുഷ്യർക്കു മാത്രം സഹജമായ വൃത്തികെട്ട രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ട് ബെഞ്ചമിന്റെ പാതി കരിഞ്ഞ ദേഹത്തെ അടിച്ചുവാരിയിൽ കോരിയെടുത്ത് പച്ച നിറത്തിലുള്ള കവറിലെ പച്ചക്കറി വേസ്റ്റിനൊപ്പം കളഞ്ഞിട്ട് വരുന്ന വഴി 2 എലിക്കെണികൾ കൂടി വാങ്ങിയാണ് സൈക്കോ എന്ന അഞ്ജലിയുടെ അമ്മ തിരിച്ചു വന്നത്. ആ സ്ത്രീക്ക് മാത്രം 21 വയസ്സും ഡിഗ്രിയും നാസയുടെ ചൊവ്വ വാഹനത്തെക്കുറിച്ച് ആരും വായിക്കാത്ത കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകളും സ്വന്തമായുള്ള ആ സൈക്കോ ഇപ്പോഴും വാവയാണ്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വാവയെ എന്ന് വിളിക്കരുതെന്ന അവളുടെ ഭീഷണി വകവയ്ക്കാതെ വാവ ഉറങ്ങുകയാണെന്നും വാവയ്ക്ക് കുരുമുളകിട്ട ചിക്കൻ ഇഷ്ടമാണെന്നുമൊക്കെ അവർ അയൽക്കാരോടും ബന്ധുക്കളോടും അയൽവക്കത്തെ ജോർജിന്റെ പഞ്ഞിവാലുള്ള പൂച്ച റേച്ചൽ ഗ്രീനിനോടും വരെ പറഞ്ഞു നടന്നു. വാവ ഒരു ക്രിഞ്ച് വാക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ അഞ്ജലി എന്ന സൈക്കോ എന്ന വാവയുടെ അമ്മയ്ക്ക് മരിച്ചുപോയ ബെഞ്ചമിന്റെ അമ്മയുടെ ദുഃഖവും മനസ്സിലാക്കാനായില്ല. ഒരു അമ്മയുടെ ദുഃഖം മറ്റൊരമ്മയ്ക്ക് മനസ്സിലാകുമെന്നത് കണ്ടീഷൻ സപ്ലൈഡ് പ്രയോഗമാണെന്ന സത്യം എലി കുടുംബം മനസ്സിലാക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബെഞ്ചമിന്റെ മരണത്തിന്റെ പിറ്റേന്ന് ആ വീട്ടിൽ 2 തരത്തിലുള്ള 2 എലിക്കെണികൾ സ്ഥാപിക്കപ്പെട്ടു. കരഞ്ഞു തളർന്ന മാതാപിതാക്കൾക്കായി ഭക്ഷണം അന്വേഷിച്ചു പോയ വിൻസെന്റ് എലിക്കെണിയിൽപ്പെട്ട് ഒരു ചെവി നഷ്ടപ്പെട്ട് ചോരയൊലിപ്പിച്ചുകൊണ്ട് തിരിച്ചെത്തി. മുറിഞ്ഞുപോയ ചെവിയേക്കാൾ അവന്റെ വേദന അപ്പോഴും കെണിയിൽപ്പെട്ട് കിടന്ന അനുജൻ ഹാരിയെ കുറിച്ച് ഓർത്തായിരുന്നു. വലിയ തേങ്ങാപ്പൂളിലേക്ക് കുതിച്ചു ചാടിയ ഹാരിക്ക് പിന്നിൽ എലിപ്പെട്ടിയുടെ വാതിലുകൾ അടഞ്ഞപ്പോൾ ചോരയൊലിക്കുന്ന ചെവിയുമായി അവന് തിരിച്ചു പോരേണ്ടതായി വന്നു. വേദനയോടെ എലി കുടുംബം ഉറങ്ങാതെ ഇരുന്ന് വെളുപ്പിച്ച ആ രാത്രിക്ക് ശേഷം അഞ്ജലിയുടെ അലാറത്തിൽ 5 അടിക്കുന്നതും ഏതാനും നിമിഷങ്ങൾക്ക് മുൻപായി ദേഹത്തൊരു പോറൽ പോലും ഇല്ലാതെ ഹാരി തിരിച്ചെത്തിയ ആ വെളുപ്പാൻ കാലത്താണ് ആ കുടുംബം അവിശ്വാസതയോടുകൂടി തന്നെ ആ യാദൃശ്ചികതയെ തിരിച്ചറിയാൻ തുടങ്ങിയത്. അറം പറ്റുന്ന പേരുകൾ: ഷോക്കടിച്ചു വീണ ബെഞ്ചമിൻ, ചെവി നഷ്ടപ്പെട്ട വിൻസെന്റ്, കെണിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്നൊരു ഹാരി. മക്കൾക്ക് മഹാന്മാരുടെ പേരിടുമ്പോൾ അവരുടെ അമ്മ തീരെ പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവായിരുന്നു അത്. അജ്ഞാതമായ ഏതോ കാരണത്താൽ ചരിത്രം സഹോദരന്മാരിലൂടെ കറങ്ങിത്തിരിഞ്ഞ് തങ്ങളുടെ കുടുംബത്തിൽ വന്നു കയറിയതിൽ ഭയന്ന കുറസോവ അഞ്ജലിയുടെ പഴയ ജൂനിയർ ഡൈജസ്റ്റ് കൂമ്പാരത്തിനുള്ളിൽ 2 ദിവസം കുടിയേറി പാർത്തൊടുവിൽ അകിര കുറസോവ വയസ്സായിട്ടാണ് മരിച്ചതെന്നുറപ്പിച്ച് ആശ്വാസത്തോടെ തിരിച്ചു പോന്നു. വിഷം കലർത്തിയ ചോറുണ്ടകളും പശയുള്ള കാർഡ്ബോർഡ് കഷ്ണങ്ങളും പതിവില്ലാത്ത തരത്തിൽ തുടരെയുള്ള റേച്ചൽ ഗ്രീനിന്റെ സന്ദർശനങ്ങളും വല്ലാതെ കൂടി വന്നതോടെ യാതൊരു ജനാധിപത്യ മര്യാദയുമില്ലാതെ അഞ്ജലിയുടെ അമ്മ തങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് അവർ ഉറപ്പിച്ചു. മുതലാളിത്ത ശക്തികളെ ഭയന്നൊളിക്കുന്നതിനേക്കാൾ ഭേദം പൊരുതി മരിക്കുന്നതാണെന്ന് അന്ന് രാത്രി വ്ളാദിമിർ പ്രഖ്യാപിച്ചതോടെ അവന്റെ കാര്യത്തിലും ഏകദേശം തീരുമാനമായി. എന്നാലും വാവ കഴിച്ച ചോറിന്റെ ബാക്കിയിൽ വിഷം ചേർത്ത് എൻ്റെ മക്കൾക്ക് വിളമ്പി വയ്ക്കാൻ ആ സ്ത്രീക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് മൂഷിക മാതാവ് വിലപിച്ചു. അഞ്ജലി അമ്മയെന്നും അവളുടെ അച്ഛൻ എഡി എന്നും മാത്രം വിളിച്ചു കേട്ടിട്ടുള്ളതിനാൽ തങ്ങളുടെ ശത്രുവിന്റെ പേര് അവർക്ക് അജ്ഞാതമായി തന്നെ തുടർന്നു.
പോരാട്ടത്തിന്റെ ആദ്യപടി ശത്രുവിനെ തിരിച്ചറിയലാണെന്ന് വ്ളാദിമിർ വാചാലനായി. ദിപ്പ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് പുറത്തേക്കോടിയ ഏണസ്റ്റ് അവരുടെ പത്താന്തരം സർട്ടിഫിക്കറ്റിൽ രേഖ KR എന്നും ആധാറിൽ രേഖ ദിനേശ് എന്നുമാണ് പേരെന്ന് ഈ രണ്ട് വകകളും കണ്ടറിഞ്ഞ് കരണ്ട് പോരാട്ട കമ്മിറ്റിയിൽ അറിയിച്ചു. അങ്ങനെ രേഖ എന്ന തങ്ങളുടെ കുടുംബശത്രുവിനെതിരായുള്ള പോരാട്ടത്തിന്റെ മാർഗരേഖ അന്ന് അവിടെ രൂപം കൊണ്ടു. അന്നു രാത്രി നാഗവല്ലിയുടെ ചിലങ്ക ശബ്ദം കേട്ട ഡോക്ടർ സണ്ണിയെപ്പോലെ രേഖാ ദിനേശൻ ഞെട്ടി എണീക്കുകയും സ്വന്തം കാലുകൾ കുലുക്കി നോക്കുകയും ചെയ്തു. കിലുക്കത്തിന്റെ ഉറവിടം അടുക്കളയിലാണെന്ന് തിരിച്ചറിഞ്ഞ രേഖ ദിനേശിനെ കുലുക്കി വിളിക്കുകയും ദിനേശൻ മാഷ് പാതി ഉറക്കത്തിൽ നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും അടുക്കളയിലെ ചുവരലമാരയിൽ നിന്നും താഴെ വീണ് പൊട്ടുന്ന ഗ്ലാസുകളുടെ എണ്ണം 5 ആയി. ഏതൊരു വീട്ടമ്മയെയും എന്ന പോലെ രേഖാ ദിനേശിനും ചില്ലലമാരയിൽ സൂക്ഷിച്ചു വെക്കുന്ന ചില്ലുപാത്രങ്ങൾ നിധികളായി കരുതി പോന്നിരുന്നു. ശത്രുവിന് ഏറ്റവും പ്രിയപ്പെട്ടവ ആക്രമിക്കുക എന്ന യുദ്ധതന്ത്രം എലിസേന പുറത്തെടുത്തതോടെ 7-8 വർഷങ്ങളായിട്ടും ഇതുവരെ ആർക്കും ചായ കുടിക്കാൻ ഭാഗ്യം കിട്ടാത്ത 5 ചില്ലു ഗ്ലാസുകൾ അവിടെ വീണ് തകർന്നു. ഹൃദയഭേദകമായ ആ കാഴ്ച കണ്ട രേഖാ ദിനേശിന്റെ മുഖത്തു വിരിഞ്ഞ വർണ്ണവിസ്മയങ്ങൾ കണ്ട് അടുത്ത ഗ്ലാസ്സിലേക്ക് പാഞ്ഞെത്തിയ കുറസോവയ്ക്ക് നേരെ രേഖാ ദിനേശൻ കയ്യിൽ കിട്ടിയൊരു നാരങ്ങയെടുത്ത് എറിഞ്ഞതും റയൽ മാൻഡ്രിസിനു വേണ്ടി കളിക്കുന്ന റൊണാൾഡോയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറസോവ തലകുത്തി കറങ്ങിയ ഒരു ബൈസിക്കിൾ കിക്കിലൂടെ നാരങ്ങ കൃത്യമായി ഗ്ലാസ്സിലേക്ക് അടിച്ചു കയറ്റിയതും ഒരു മിന്നായം പോലെ കണ്ടയുടനെ വ്ളാദിമിർ മിക്സിയുടെ പിന്നിൽ നിന്നും ഓടി മൂലക്കിരുന്ന ചിലന്തി പ്രഭാകരനെ തട്ടാതെ ഇടത്തോട്ട് വെട്ടിച്ച് അടുപ്പിന് മുകളിൽ മൂടി വെച്ചിരുന്ന ചായപാത്രത്തിന് മുകളിലൂടെ ഡൈവ് ചെയ്ത് 7ാമത്തെ ഗ്ലാസ്സിൽ തട്ടി. ഗോൾ! എലി ഫാമിലി 7, രേഖാ ദിനേശൻ 0. 2-ൽ ആരെ അടിക്കുമെന്നോർത്ത് ചൂലുമായി വന്ന രേഖാ ദിനേശിന് മുന്നിലൂടെ എംബാപ്പയെ മനസ്സിൽ ധ്യാനിച്ച് ഓടി വന്ന ഹാരിക്കിട്ട് അടിച്ചത് ചില്ലലമരയിൽ കൊണ്ടൊരു സെൽഫ് ഗോളോടെ എലികളുടെ സ്കോർ 8 ആയി. കലി തുള്ളിയ രേഖാ ദിനേശൻ തലങ്ങും വിലങ്ങും ഓടുന്ന എതിർ ടീമിനു നേരെ തൊടുത്തുവിട്ട ആക്രമണങ്ങളേറ്റ് അരിപ്പൊടി പാത്രവും വാവയുടെ പാതിരാ പാചക യജ്ഞങ്ങളുടെ മെയിൻ ഇരയായ നൂഡിൽസ് പാക്കറ്റുകളും താഴെ വീണ് ചിതറി. അലമാരയുടെ മേൽത്തട്ടിലൂടെ മത്സരിച്ചോടിയ ഏണസ്റ്റും കുറസോവയും ഉത്തരം താങ്ങി നിന്ന് ക്ഷീണിച്ച പല്ലി ഷിയാസിനൊരു സലാമും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ അച്ചമ്മ വാവയ്ക്ക് വേണ്ടി കൊടുത്തുവിട്ട ഉപ്പിലിട്ട ലൂബിക്കകളുടെ കുപ്പി തള്ളി താഴെയിട്ടു. ഇതിനിടയിൽ സിങ്കിന് താഴെ വെച്ച പശയുള്ള പേപ്പറിൽ ചെന്ന് ചാടിയ ഹാരി ഒരു ലോഡ് രോമങ്ങൾ അതിലൊട്ടിച്ചു വെച്ച് വീണ്ടും അതിഗംഭീരമായി രക്ഷപ്പെട്ടു വന്നു. പരിക്കുമൂലം ബെഞ്ചിലിരുന്ന വിൻസെന്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇറങ്ങാൻ തയ്യാറായെങ്കിലും രണ്ടുപേരെയും വിശ്രമിക്കാൻ വിട്ടുകൊണ്ട് അവരുടെ കോച്ചും ആരാധനാപാത്രവുമായ അച്ഛൻ ബോസ് കളത്തിലിറങ്ങി തുടരെ 3 ഗോളുകൾ അടിച്ച് കളി അവസാനിപ്പിച്ച് ടീമിനെ കൂട്ടി കളം വിട്ടു. കളി തോറ്റെങ്കിലും കളം വിടാതെ ഒരു ജപ്പാൻ ആരാധകന്റെ അച്ചടക്കത്തോടെ നാട്ടുകാർ മൊത്തം ഉറങ്ങിക്കിടന്ന ആ വല്ലാത്ത രാത്രിയിൽ രേഖാ ദിനേശൻ അടുക്കള മൊത്തം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി കടുപ്പത്തിൽ 2 ചായകളിട്ടു. 2ഉം കുടിച്ച് തീർത്തുകൊണ്ട് നിന്നെയൊക്കെ കാവിലെ പാട്ടു മത്സരത്തിന് എടുത്തോളാമിടാ എന്ന് ശപഥം ചെയ്തു. എന്നാൽ പിന്നീട് ഒരിക്കലും കെണികളിൽ എലികൾ പെടുകയോ ആ വീട്ടിലെ എന്തെങ്കിലും കരളുകയോ ചെയ്തില്ല. തോറ്റുപോയവരോട് പിന്നെയും പോരാടാൻ നിൽക്കാതെ അവരാ വീട്ടിൽ നിന്നും പലായനം ചെയ്തു. ജോർജിന്റെ അടുക്കളയിൽ നിന്നും ഭക്ഷണവുമായി ഓടുന്ന എലിക്കൂട്ടത്തെ നോക്കി റേച്ചൽ ഗ്രീൻ കണ്ണടച്ചുകൊണ്ട് പാൽ കുടിച്ചു. സോഫയിൽ നിന്ന് എണീക്കാതെ കാല് നീട്ടി റിമോട്ട് എടുത്ത് ജോർജ് മൂപ്പത്തി 2ാമത്തെ തവണ ഫ്രണ്ട്സ് റീവാച്ച് ചെയ്യാൻ തുടങ്ങി. എലി കുടുംബം സ്വപ്നം കണ്ടതുപോലൊരു കൊച്ചു സോഷ്യലിസ്റ്റ് രാജ്യം അന്നവിടെ രൂപം കൊള്ളുകയായിരുന്നു. ജോർജിന്റെ ആൻഡ്രോയിഡ് ടിവിയുടെ വയറുകൾ ആരെങ്കിലും കരളാതിരിക്കുന്നത് വരേക്കും അവിടെ ശാന്തിയും സമാധാനവും പുലരും.